സ്വകാര്യവൽക്കരണം, പ്രൈവറ്റൈസേഷൻ. പലർക്കുമുള്ള ഒരു സംശയമാണ് സ്വകാര്യവൽക്കരണം നല്ലതാണോ അതോ മോശമാണോ എന്നത്. നമ്മൾ പലപ്പോഴും കാണാറുള്ള ഒന്നാണ് ഏതെങ്കിലും പൊതുമേഖലാ സ്ഥാപനത്തെയോ സംവിധാനത്തെയോ സർക്കാരുകൾ സ്വകാര്യവൽക്കരിക്കുന്നതും തൊട്ടടുത്ത ദിവസങ്ങളിൽ അതിനെ എതിർത്തുകൊണ്ടും അതിനെ അനുകൂലിച്ചുകൊണ്ടും ഓരോ വിഭാഗം ആൾക്കാർ സംസാരിക്കുന്നതും. അത്തരമൊരു ചർച്ച ഇന്ന് കേരള സർക്കാരുമായി ബന്ധപ്പെട്ട് ചൂടുപിടിച്ച് വരുന്നുണ്ട്. അതിനെപ്പറ്റി നമുക്ക് വരും ദിവസങ്ങളിൽ സംസാരിക്കേണ്ടി വന്നാൽ സംസാരിക്കാം. ഇപ്പോൾ നമുക്ക് എന്താണ് സ്വകാര്യവൽക്കരണമെന്നും എന്തൊക്കെയാണ് അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും എന്ന് പരിശോധിക്കാം. ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൻ്റെയോ സർക്കാർ സ്വത്തിൻ്റെയോ ഉടമസ്ഥാവകാശവും നിയന്ത്രണവും പൂർണ്ണമായോ ഭാഗികമായോ ഒരു സ്വകാര്യ വ്യക്തിക്കോ കമ്പനിക്കോ കൈമാറുന്ന പ്രക്രിയയാണ് സ്വകാര്യവൽക്കരണം. പൊതുവെ ഇത്തരം നടപടികൾ കൈക്കൊള്ളുന്നത് ഏതെങ്കിലും ഒരു പൊതുമേഖലാ സ്ഥാപനമോ സംവിധാനമോ സ്വത്തോ സർക്കാരിന് ലാഭത്തെക്കാളേറെ ബാധ്യതയായി മാറുമ്പോഴാണ്. സ്വകാര്യവൽക്കരണത്തിന് വിവിധ രീതികളുണ്ട്. നമുക്കത് ഏതൊക്കെയാണെന്ന് പരിശോധിക്കാം. ഓഹരികൾ വിറ്റഴിക്കൽ, അതായത് സർക്കാർ സ്ഥാപനങ്ങളുടെ ചെറിയൊരു ശതമാനം ഓഹരികൾ മാത്രം സ്വകാര്യ മേഖലയ്ക്ക് വിൽക്കുന്നത്. LICയുടെ ഓഹരികൾ വിറ്റത് ഒരു ഉദാഹരണമായി കണക്കാക്കാം. ഇനി പൂർണ്ണമായ വിൽപ്പന, സ്ഥാപനത്തിൻ്റെ മുഴുവൻ ഉടമസ്ഥാവകാശവും സ്വകാര്യ കമ്പനിക്ക് കൈമാറുന്നത്. എയർ ഇന്ത്യ ടാറ്റ ഗ്രൂപ്പിന് കൈമാറിയതുപോലെ. മറ്റൊന്ന് ഫ്രാഞ്ചൈസി അല്ലെങ്കിൽ കരാർ നൽകൽ, അതായത് സ്ഥാപനം സർക്കാരിൻ്റെതായി തുടരുമെങ്കിലും പ്രവർത്തനം ഒരു നിശ്ചിത കാലത്തേക്ക് സ്വകാര്യ കമ്പനികൾക്ക് കരാറിൻ്റെ അടിസ്ഥാനത്തിൽ നൽകുന്നത്. ഇന്ത്യയിൽ 1991 സാമ്പത്തിക പരിഷ്കരണങ്ങളുടെ ഭാഗമായിട്ടാണ് സ്വകാര്യവൽക്കരണത്തിന് വലിയ രീതിയിൽ തുടക്കം കുറിച്ചത്. നമുക്ക് സ്വകാര്യവൽക്കരണത്തിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പൊതുവെ സേവനങ്ങളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാൻ സ്വകാര്യവൽക്കരണത്തിന് സാധിക്കാറുണ്ട്. സ്ഥാപനങ്ങളുടെയും മറ്റും മെയിൻ്റനൻസ് കൃത്യമായി ചെയ്യും. രാഷ്ട്രീയ ഇടപെടലുകൾ വലിയ രീതിയിൽ കുറയ്ക്കും. സ്വകാര്യ മേഖലയിലൂടെ ആധുനിക സാങ്കേതിക വിദ്യയും കൂടുതൽ നിക്ഷേപങ്ങൾ സ്ഥാപനങ്ങളിലേക്ക് എത്തിക്കാനും സാധിക്കുന്നു. സ്വകാര്യ കമ്പനികൾ പലപ്പോഴും ലാഭമുണ്ടാക്കാനും മത്സരം കാഴ്ചവെക്കാനും ശ്രമിക്കുന്നതിനാൽ കൂടുതൽ കാര്യക്ഷമത വർദ്ധിക്കുന്നു. പിന്നെ നഷ്ടത്തിലോടുന്ന സ്ഥാപനങ്ങളുടെ ബാധ്യതയിൽ നിന്നും സർക്കാരിന് ഒഴിഞ്ഞു മാറാം. ഇനി ദോഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പൊതുമേഖലാ സ്ഥാപനങ്ങൾ പ്രധാനമായും പ്രവർത്തിക്കുന്നത് ലാഭത്തിനപ്പുറം ജനക്ഷേമം മുൻനിർത്തിയാണ്. എന്നാൽ സ്വകാര്യ കമ്പനികളുടെ പരമപ്രധാന ലക്ഷ്യം ലാഭം മാത്രമാണ്. സ്വകാര്യവൽക്കരണത്തിലൂടെ സേവനങ്ങളുടെയും ഉൽപ്പന്നങ്ങളുടെയും വില വർദ്ധിക്കാൻ കാരണമായേക്കാം. സ്വകാര്യ മാനേജ്മെൻറ്റുകൾ ചിലവ് ചുരുക്കുന്നതിൻ്റെ ഭാഗമായി വലിയ തോതിൽ ജീവനക്കാരെ പിരിച്ചുവിടാനോ വിരമിക്കൽ പദ്ധതികൾ നിർബന്ധപൂർവ്വം നടപ്പിലാക്കാനോ സാധ്യതയുണ്ട്. സ്ഥിര നിയമനങ്ങൾക്ക് പകരം കരാർ അടിസ്ഥാനത്തിലുള്ള ജോലികളും കുറഞ്ഞ വേതനവും മാത്രമായിരിക്കും സ്വകാര്യ കമ്പനികൾ നൽകുക. ഇന്ത്യയിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ പട്ടികജാതി, പട്ടികവർഗ, മറ്റ് പിന്നോക്ക വിഭാഗങ്ങൾക്ക് ഭരണഘടനാപരമായ തൊഴിൽ സംവരണം നൽകുന്നുണ്ട്. എന്നാൽ സ്വകാര്യ മേഖലയിൽ ഇത്തരം സംവരണ വ്യവസ്ഥകൾ ഇല്ലാത്തതിനാൽ സമൂഹത്തിലെ പിന്നോക്ക വിഭാഗങ്ങളുടെ തൊഴിലവസരങ്ങൾ വൻതോതിൽ കുറയും. ചില നിർണായക മേഖലകൾ പൂർണ്ണമായും സ്വകാര്യവൽക്കരിക്കപ്പെടുമ്പോൾ വിപണിയിൽ ഏതാനും വൻകിട കമ്പനികളുടെ കുത്തക രൂപപ്പെടാം. ഇത് വിപണിയിലെ മത്സരം ഇല്ലാതാക്കുകയും കമ്പനികൾക്ക് തോന്നിയതുപോലെ വില ഈടാക്കാനുള്ള അവസരമുണ്ടാക്കുകയും ചെയ്യും. ലാഭം കുറവായതിനാൽ സ്വകാര്യ കമ്പനികൾ ഗ്രാമീണ ഉൾനാടൻ പ്രദേശങ്ങളിൽ നിക്ഷേപം നടത്താനോ സേവനങ്ങൾ വ്യാപിപ്പിക്കാനോ ഇടപെടൽ നടത്താറില്ല. പൊതുമേഖലാ ബാങ്കുകളും ട്രാൻസ്പോർട്ട് സംവിധാനങ്ങളും ഉള്ളതുകൊണ്ടാണ് ഇന്ന് ഗ്രാമങ്ങളിൽ പോലും സാധാരണക്കാർക്ക് സേവനങ്ങൾ ലഭിക്കുന്നത്. പ്രതിരോധം, ബഹിരാകാശം, ആണവോർജ്ജം, റെയിൽവേ തുടങ്ങിയ തന്ത്രപ്രധാന മേഖലകൾ സ്വകാര്യ വ്യക്തികളുടെയോ വിദേശ കമ്പനികളുടെയോ കൈകളിൽ എത്തിയാൽ രാജ്യത്തിൻ്റെ സുരക്ഷയെയും പരമാധികാരത്തെയും തന്നെ ബാധിച്ചേക്കാം. സ്വകാര്യവൽക്കരണം കാര്യക്ഷമതയും മത്സരബുദ്ധിയും വർദ്ധിപ്പിക്കുമെന്ന് വാദമുണ്ടെങ്കിലും ഇന്ത്യയെപ്പോലെ വലിയൊരു ശതമാനം ജനങ്ങൾ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ഒരു രാജ്യത്ത് വലിയ തോതിൽ സ്വകാര്യവൽക്കരണം നടക്കുമ്പോൾ സാമ്പത്തിക അസമത്വം വർദ്ധിക്കാനും സാധാരണക്കാർ കൂടുതൽ ദുരിതത്തിലാവാൻ സാധ്യതയുണ്ട് എന്നാണ് പൊതുവായ വിമർശനം. ഇതൊക്കെയാണ് സ്വകാര്യവൽക്കരണത്തിൻ്റെ ദോഷങ്ങളായി ചൂണ്ടിക്കാട്ടാവുന്നത്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വിലയിരുത്തിയതിനു ശേഷം സ്വകാര്യവൽക്കരണത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം പറയുക.